അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൻ്റെ അവസാനത്തെ 3 വചനങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സുബഹി ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ പ്രകാശിക്കുന്ന സ്വഹാബത്ത് നോക്കി പറയാറുണ്ടല്ലോ, അബ്ഹാ മിനൽ ഖമരി താമി യാ റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ ഹബീബേ, അവിടുത്തെ മുഖം 14 രാവിലെ ചന്ദ്രനേക്കാൾ പ്രഭയാണ്. ലുഹു വജ്ഹുൽ ഹിലാലി ലിനിസ്ഫി ശഹ്രിൻ വജ്ഫാനും മുകഹ്ഹരത്തും ബിസിഹ്രിൻ. മാസാർദ്ധത്തിലെ ചന്ദ്രനെ പോലെ വദനമുള്ള മുത്തുനബിയുടെ മുഖത്ത് നോക്കിയിട്ട് സ്വഹാബത്ത് പറയാറുണ്ട്. അങ്ങനെ ഒരു ദിവസം സുബഹി ജമാഅത്തിന് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വാടി. മുഖത്തൊരു പ്രസന്നത കുറവ്, എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയുള്ളതുപോലെ. ആ സമയത്ത് മഹാനായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു ഹബീബിനോടൊപ്പം ഒന്നും ചോദിച്ചില്ല. നിസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോയി. വൈകുന്നേരം അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ മുഖം മുമ്പത്തെ പോലെ നല്ല പ്രസന്നത, മുഖം നല്ല തെളിച്ചം ഇങ്ങനെ കണ്ടു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബേ, രാവിലെ വന്നപ്പോൾ മുഖത്തിനൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രഭ മങ്ങിയതുപോലെയൊക്കെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. അസ്ബഹ്തു മരീള, രാവിലെ എണീറ്റപ്പോൾ ഒരു രോഗിയായി, എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്നു. ഔസാനി, എന്നോട് വസിയ്യത്ത് ചെയ്തു, എന്തൊക്കെ ഒരു അസ്വസ്ഥതയുണ്ട്. നബിയേ, അങ്ങയുടെ കയ്യിനെ ശിരസിൽ വെക്കുക, തലയിൽ വെക്കുക. എന്നിട്ട് വഖ്റ മിൻ ആഖിരി സൂറത്തുൽ ഹശർ, സൂറത്തുൽ ഹശറിൻ്റെ അവസാനത്തെ വചനം 22, 23, 24 ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദത്തി ഹുവർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ അൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള് വഹുവൽ അസീസുൽ ഹകീം. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഇതെന്നോട് ഓതാൻ വേണ്ടി പറഞ്ഞു. ഫഫഅൽതു, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു. വശഫാനി റബ്ബി, എൻ്റെ രോഗം, എൻ്റെ അസ്വസ്ഥതയ്ക്ക് എൻ്റെ റബ്ബ് എനിക്ക് മാറ്റിത്തന്നു. അപ്പോൾ വലിയ പ്രതിഫലമുള്ള ഒരു സൂറത്തുൽ ഹശറിൻ്റെ ഈ അവസാനത്തെ വചനങ്ങൾ അത് ഓതിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. വേദന പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇത് വെച്ചിട്ട് കൈവച്ച് ഈ വിശുദ്ധ വചനങ്ങൾ ഓതിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറാൻ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു സലാസ മറാത്തിൻ, ഒരാൾ പ്രഭാതത്തിൽ രാവിലെ 3 പ്രാവശ്യം എങ്ങനെ ഓതണം ഇത്? അഊദു ബില്ലാഹി മിനസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിയിട്ട് സുമ്മ ഖറഅ സലാസ ആയാത്തിൻ മിൻ ആഖിരി സൂറത്തുൽ ഹശർ, ഈ പറയപ്പെട്ട ലൗ അൻസൽന, അത് ഓദിക്ക സൂറത്തുൽ ഹശറിൻ്റെ അവസാനത്തെ വചനമായ ലൗ അൻസൽന ഹാദൽ ഖുർആൻ, അവിടെ നിന്നുള്ള ഈ 3 ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ വക്കലല്ലാഹു ബിഹി 70 അൽഫ മലക്കിൻ ഹത്താ യുംസിയാ, ആ മനുഷ്യനെ 70,000 മലക്കുകളെ അള്ളാഹു അവന് വേണ്ടി ഏൽപ്പിക്കുകയാണ്. എന്തിന്? അവന് പൊറുക്കല്ല ചോദിക്കാൻ, അവൻ്റെ ഗുണത്തിന് വേണ്ടി 70,000 മലായിക്കത്തിനെ അള്ളാഹു ഏൽപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പ്രതിഫലം ഈ വൈകുന്നേരം വരെ. ഇത് വൈകുന്നേരം
രാത്രി ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഇതേപോലെ ഓതിയാൽ പ്രഭാതം വരെ 70,000 മലക്കുകളുടെ ദുആ, പ്രാർത്ഥന ആ മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, വഇൻ മാത ഫീ യൗമിഹി വലൈലതിഹി മാത ഷഹീദാ. സുബ്ഹാനല്ലാഹ്. ഒരാൾ പ്രഭാതത്തിൽ സുബഹിക്ക് ശേഷം 3 പ്രാവശ്യം ഓതിയാൽ വൈകുന്നേരം വരെ മലായിക്കത്ത് 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവന് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേസമയം രാത്രി ഓതിയാൽ പ്രഭാതം വരെയും. ഇനി ഈ സമയത്തിൻ്റെ ഉള്ളിൽ മരണപ്പെട്ടാൽ, ആ ദിവസത്തിൽ അവൻ മരണപ്പെട്ടാൽ, ഇത് രാവിലെ ഓതിയിട്ടുണ്ട്, രാത്രി ഓതിയിട്ടുണ്ട്, ആ ദിവസത്തിൽ രാത്രിയിലോ പകലിലോ അവൻ മരണപ്പെട്ടാൽ മാത്ത ഷഹീദാ, രക്തസാക്ഷികളുടെ ഗണത്തിൽ ആ മനുഷ്യനെ അള്ളാഹു ഉൾപ്പെടുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.